നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 330 ലക്കത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അതിരാവിലെ തന്നെ ഉറക്കത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ ശ്രീരാമൻ പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരന്മാരെ അടിയന്തരമായി വിളിപ്പിച്ചു. തനിക്കൊന്ന് കാണണം. അവർ ഉടൻ തന്നെ വന്ന് കണ്ടു. ഒട്ടും താമസിച്ചില്ല. അവരോട് ഒരു മുഖവുരയോട് കൂടിയിട്ടാണ് ശ്രീരാമൻ തനിക്ക് പറയാനായിട്ടുള്ള കാര്യം പറയുന്നത്. ശ്രീരാമൻ കുറച്ച് നെർവസ് ആണ് ഈ രംഗത്ത്. നിങ്ങളെൻ്റെ പ്രാണന് സമമാണ്, നിങ്ങളെൻ്റെ ജീവന്റെ ജീവനാണ്. ഇതാണ് ആദ്യമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ രാജ്യം ഭരിക്കുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. ഈ രാജ്യം ഭരിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇതേവരെ ഞാൻ യാതൊരു വിധത്തിലുള്ള പേര് ദോഷവും ഈ സൂര്യവംശത്തിന് തന്നെ കേൾപ്പിച്ചിട്ടേയില്ല. എന്നാൽ ഇപ്പോൾ മറ്റൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അവർക്ക് അനുജന്മാർക്ക് അത് കേൾക്കാൻ ആകാംക്ഷയായി. അപ്പോൾ ശ്രീരാമൻ തുടരുന്നു. ഇപ്പോൾ ചില പൗരജനങ്ങൾ എന്നെക്കുറിച്ച് അപവാദം പറയാൻ തുടങ്ങിയിരിക്കുന്നു. 1 വർഷം ലങ്കയിൽ താമസിച്ച സീതയെ ഞാൻ സ്വീകരിച്ചത് ശരിയായില്ല, അതൊരു തെറ്റായ കാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. എനിക്കിത് പരിഹരിച്ചേ മതിയാകും. ശ്രീരാമൻ എന്നിട്ട് കാര്യത്തിലേക്ക് കിടക്കും. അതിനായി, ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഞാനൊരു ഉപായം കണ്ടുപിടിച്ചിട്ടുണ്ട്. സീത ഇപ്പോൾ ഗർഭിണിയാണല്ലോ. ഗർഭസമയത്ത് സ്ത്രീകൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകും. അതെല്ലാം സാധിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ കർത്തവ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ സീതയോട് ചോദിച്ചിരുന്നു, എന്താണ് നിനക്ക് ആഗ്രഹം? എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എന്നോട് സീത പറഞ്ഞത്, പണ്ട് താമസിച്ചതുപോലെ ഒരു ദിവസം താപസന്മാരുടെ ആശ്രമങ്ങളിൽ പോയി ആ മുനിവരുടെ പത്നിമാരോടൊത്ത് താമസിക്കണം. ഒരു ദിവസത്തേക്ക് ഒന്ന് താമസിക്കണം. പണ്ടത്തെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കണം. അവരുമായിട്ടുള്ള പരിചയമൊക്കെ ഒന്ന് പുതുക്കണം. അതാണ് സീതാദേവിയുടെ ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞിരുന്നു സീതയോട്, ഇത്രയേ ഉള്ളൂ, ഇത് നമുക്ക് നടത്താൻ വെക്കുന്ന കാര്യം തന്നെ. ഞാൻ ലക്ഷ്മണനെ കൂട്ടി നിന്നെ കാനനത്തിലേക്ക്, കാട്ടിലേക്ക് അയക്കാം എന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അത് പ്രകാരം, ഞാൻ കൊടുത്ത വാക്ക് പ്രകാരം നീ, അതായത് ലക്ഷ്മണൻ, സീതാദേവിയെ തേരിൽ കയറ്റി അവിടേക്ക് കൊണ്ടുപോകണം. തേര് ഓടിക്കാനായി, തേര് തെളിക്കാനായി സുമന്ത്രരെ കൂടെ കൂട്ടിക്കൊള്ളും. അവിടെ ചെന്നിട്ട് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിനടുത്ത് വരെ ചെല്ലണം. അവിടെ ഒരു കൊടും കാടുണ്ട്, ഭീകരമായ ഒരു കാടുണ്ട്, ഘോര വനമുണ്ട്. അവിടെ എത്തുമ്പോൾ സീതയെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് നീ തിരിച്ചു വരണം. നിനക്ക് ഒരു സംശയവും ആശങ്കയും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. എന്നോട് മറുത്ത് ഒരു വാക്കുപോലും നീ പറയണ്ട. എന്നോട് മറുത്ത് പറയുന്നവൻ എൻ്റെ ശത്രുവായി തീരും. അവനെ ഞാൻ ശത്രുവായി തന്നെ കണക്കാക്കും. ലക്ഷ്മണ, നീ അതിന് നിൽക്കണ്ട. അതാണ് നിനക്ക് നല്ലത്. ലക്ഷ്മണ, നീ ഓർക്കുന്നുണ്ടോ, ഞാനും സീതയും നീയും കൂടി വനവാസം അനുഷ്ഠിച്ച ആ കാലം? അന്ന് ഞാനൊരു മാനിനെ പിടിക്കാൻ അതിൻ്റെ പിന്നാലെ പോയതും, പിന്നീട് നീ സീത പറഞ്ഞത് പ്രകാരം എന്നെ തിരക്കി വന്നതും. ആ സമയത്താണല്ലോ ഭിക്ഷുവിൻ്റെ രൂപത്തിൽ വന്ന രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങളുണ്ടായി? നമ്മൾ സുഗ്രീവനോട് സഖ്യം ചെയ്തു, ബാലിയെ വധിച്ചു, ഹനുമാൻ സീതയെ ലങ്കയിൽ പോയി കണ്ടു, നാം കടലിൽ ചിറകെട്ടി ലങ്കയിലെത്തി, രാവണനെ വധിച്ചു, വിഭീഷണനെ ലങ്കയിലെ രാജാവായി വാഴിച്ചു. അതിനുശേഷം സീതയെ കൊണ്ട് അഗ്നിപ്രവേശം നടത്തിയിരുന്നു. നീ ഓർക്കുന്നുണ്ടോ? അങ്ങേയറ്റം ദുഃഖിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ.
ആ സമയത്ത് എന്നോട് അഗ്നിദേവൻ സീതയെ കൈമാറിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മാനിനിക്ക് ഒരു ദോഷവുമില്ല, സീതാദേവിക്ക് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. അഗ്നിദേവൻ മാത്രമല്ല അങ്ങനെ പറഞ്ഞത്, ദേവേന്ദ്രനും മറ്റു ദേവകളും മുനിമാരും സാക്ഷാൽ ശ്രീ പരമേശ്വരൻ മഹാദേവനും ബ്രഹ്മാവ് ബ്രഹ്മദേവനും അതേപോലെ തന്നെ എന്നോട് പറഞ്ഞു. നീ ഇതെല്ലാം കേട്ടതാണ്, നീയും കേട്ടു നിൽക്കുകയായിരുന്നു. അതെല്ലാം അനുസരിച്ചാണ് ഞാൻ സീതയെ വീണ്ടും പരിഗ്രഹിച്ചത്. എന്നാൽ ഇപ്പോൾ ഇതാ നാട്ടിൽ, എൻ്റെ നാട്ടിൽ എനിക്കിത് കാരണം ദുഷ്കീർത്തി പരക്കുകയാണ്. ഈ ദുഷ്കീർത്തി മാറണം, മാറിയേ തീരൂ. അതിനായി എന്തും ചെയ്യാൻ എനിക്ക് മടിയില്ല. അപകീർത്തി ഇല്ലാതാക്കാനായി നിങ്ങളെ, എൻ്റെ അനുജന്മാരെ ഉപേക്ഷിക്കണമോ? ഞാൻ ഉപേക്ഷിക്കും, എനിക്കൊരു മടിയുമില്ല. വേണമെങ്കിൽ അമ്മമാരെ ഉപേക്ഷിക്കും ഞാൻ. എന്തിനേറെ പറയുന്നു, ഈ രാജ്യത്തെ തന്നെ ഞാൻ ഉപേക്ഷിക്കും ദുഷ്കീർത്തി മാറാനായി. രാമൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കത്തിക്കയറുകയാണ്. സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചേ മതിയാകൂ. അത് നീ തന്നെ ചെയ്യണം ലക്ഷ്മണ. നീ സീതയുമായി പോകുക. ഗംഗാനദിയുടെ തീരത്തുള്ള കൊടും കാട്ടിൽ, ഘോര വനത്തിൽ അവളെ ഉപേക്ഷിക്കുക. എനിക്കറിയാം, എളുപ്പമല്ല, വിഷമകരമാണ്, എനിക്കറിയാം. പക്ഷെ നീ ഇത് ചെയ്തേ മതിയാകൂ. ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുകയോ പറയുകയോ ചെയ്യുന്ന ആരായാലും ശരി, അത് നീ ആയാലും ശരി ലക്ഷ്മണ, എൻ്റെ ശത്രുവായി തന്നെ ഞാൻ കണക്കാക്കും. ലക്ഷ്മണ, നീ വെറുതെ വിഷമിക്കണ്ട, അനുസരിക്കൂ. ഇത് രാമന്റെ ആജ്ഞയാണ്, അയോധ്യയിലെ രാജാവായ രാമന്റെ ആജ്ഞയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ തിരിഞ്ഞു നടക്കുകയാണ്. ഇതെല്ലാം കേട്ടുനിന്ന അനുജന്മാരെ അഭിമുഖീകരിക്കാൻ ശ്രീരാമന് ധൈര്യമില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. കണ്ണീർ പുഴ പോലെ ഒഴുകുന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ആ കണ്ണുകളിൽ നിന്ന് ശ്രീരാമൻ മണിയറയ്ക്കുള്ളിൽ കടന്നു, വാതിലടച്ചു, കട്ടിലിൽ കിടന്നു. അതീവ ദുഃഖത്തോടെ ശ്രീരാമൻ ഉറക്കത്തെ പുൽകാനായി ആ കിടക്കയിൽ കിടക്കുകയാണ്. ഇനി എന്താണ് നേരം പുലരുമ്പോൾ സംഭവിക്കുക? 331 അടുത്ത ലക്കത്തിൽ നമുക്കറിയാം. അതുവരേക്കും നന്ദി, നമസ്കാരം.